ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്ന പോലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ട് പാനിക്കായി. നമുക്ക് തിരിച്ചു കിട്ടുമോ, അതെന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഗ്ലോബൽ വില്ലേജിലോട്ട് പോകുന്ന യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈദിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇപ്പം ഇതുവഴിയാണ് കേട്ടോ, ഇതുവഴി കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് ഇറങ്ങാം, അല്ലാതെയും പോവാം കേട്ടോ. പക്ഷേ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ കയറിയിട്ടാണ് ബാക്കി സൈഡിലോട്ട് പോയത്. അപ്പം ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്ക് രണ്ട് സൈഡിലും ഫുഡ് സ്റ്റോളാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വട്ടം പ്രത്യേകിച്ച് വേറെ ഫുഡ്സ് ഒന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അടുത്തൊരു രാജ്യത്തോട്ട് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മളപ്പോൾ ചൈനയിലാണ് കയറിയത്. എന്തായാലും നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും പോകാമല്ലോ എന്നുള്ള ആസ്വദിച്ച് ഓർത്തുള്ള നടപ്പാണ് കേട്ടോ അത്. അതിനുശേഷം ഈ കയ്യിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഫി സ്ക്രബാണ് വിത്ത് സോപ്പിൻ്റെ കണ്ടൻറ്റോടുണ്ടത്. ചൈനയിൽ നിന്നല്ല, ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ അത് ആക്ച്വലി നല്ല ഇൻസ്റ്റൻ്റായിട്ടൊരു ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു ബോക്സിൽ വാങ്ങിച്ചു. പിന്നെ ഇത് അവരുടെ ഒരു ഡാൻസ് ഫോമാണ് കേട്ടോ. അത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ആ കോഫി സ്ക്രബിൻ്റെ കൂടെ അവരുടെ ഒരു പോപ്പുലറായിട്ടാണ് ഷിയ ബട്ടർ. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ഷിയ ബട്ടർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നാൽ ഈ ഡാൻസ് ഫോമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഓരോ രാജ്യത്തും ഇങ്ങനെ ടൈമിങ്സ് ഉണ്ട് കേട്ടോ, അവരുടെ സ്പെഷ്യൽ പരിപാടികൾക്കുള്ള. അപ്പോൾ ഇത് നമ്മൾ വന്നപ്പോൾ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കയറിയപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ കയറിയ ആൾക്കാരെല്ലാം കൂടെ ചാടി പിടിച്ച് വെളിയിൽ ചാടി ഇറങ്ങിയിട്ട് ഈ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ദുബായിലെ സ്പെഷ്യലാണല്ലോ ഈ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മുടെ അവിടുത്തെ പോലെയല്ല, കുറച്ചുകൂടി ഭംഗിയുള്ള ഇതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ കൺസേർട്ട് നടക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. അതിനുശേഷം നമ്മൾ വേറെ ഏതോ രാജ്യത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗൈസ്, നാട് ഏതാ വീട് ഏതാണെന്ന് അറിയാത്ത പോലെ നടക്കുന്നുണ്ട്, എവിടെയാണെന്നറിയില്ല. ഇത് അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ എടുത്തുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജപ്പാനിലാണ് കേട്ടോ. ഇത് ഡാൻസ് ആണോ മയമാണോ എന്നറിയത്തില്ല, മൂകാഭിനയമായിരുന്നു. ഇവിടെ ഡാൻസിൻ്റെ പാട്ടൊന്നും കേട്ടില്ല. പിന്നെ നമ്മൾ പൊറോട്ടയും ചിക്കൻ കടായയായിരുന്നു കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയാണ് ഗൈസ് കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി ജസ്റ്റ് പാകിസ്ഥാൻ വില്ലേജ് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോകാം എന്നുള്ള രീതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ കാലും എടുത്തിട്ട് അവിടെ നിന്ന് ഇരുന്നതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. അപ്പം സാധാരണ നേരത്തെ വീഡിയോ എടുത്തപ്പം ഞാൻ കുറച്ച് എൻ്റെ ഫോണിൽ കുറച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ അങ്ങനെയൊക്കെയാണ് എടുത്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ നോക്കും. നമ്മളിപ്പോൾ എടുത്തങ്ങ് വെച്ചല്ലോ, എന്തായാലും പോകാണല്ലോ. പോകാൻ നേരത്തെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എടുത്ത് ബാഗ് വെച്ചതാണ്. അതിനുശേഷം പിന്നെ ഫോൺ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ വെച്ചെന്തോ റൂട്ടിൻ്റെ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഫോണൊന്ന് തപ്പാൻ നമ്മുടെ കൈയിട്ട് ഫോണില്ല ഗൈസ്. അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഫോൺ എവിടെയോ നമുക്ക് മിസ്സായി. അപ്പം ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ പ്ലേസിൽ ഇങ്ങനെ പോയപ്പോൾ ഫോൺ ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഈ പോകുന്നത് ശരിക്കും. പക്ഷേ ഈ ഫോൺ ആളുകളും ഇല്ലായിരുന്നു, എൻ്റെയിലും ഇല്ലായിരുന്നു, ആരുടെയും കയ്യിലില്ലായിരുന്നു. പിന്നെ ആകെപ്പാടെ ടെൻസ്ഡായി. അപ്പം ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അലൗഡ് അല്ലാത്ത സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഫൈനോ. നമ്മൾ അപ്പം ഇത് ഒരൊറ്റ സ്റ്റോപ്പ് ബസ്സാണ്. നമ്മൾ